ഇത് പറഞ്ഞ ബ്രാൻഡ് ബിൽഡിംഗ് പറഞ്ഞപ്പോൾ ഐ തിങ്ക് ദിസ് പേഴ്സണൽ ബ്രാൻഡിങ് ഇസ് ആൾസോ അതെ പ്ലേസ് എ വെരി അതെ ഹ്യൂജ് അതെ റോൾ. അതെ ഹ്യൂജ് റോൾ. അതിപ്പോ ഞാൻ ഇപ്പൊ അടുത്ത് തന്നെ ഒരു മാസം മുമ്പ് ദുബായിൽ പോയി. അപ്പൊ യൂസുഫ് ബൈ കേട്ടിട്ടുണ്ടോ? ആ യൂസഫ് ഭായ്. യൂസുഫ് ആ ബൈ മറ്റേ പെർഫ്യൂംസ് ആ പറഞ്ഞിട്ട് ആ, അറിയാം അറിയാം ഒരു ബ്രാൻഡ് എനിക്കറിയാം. ഉണ്ട്. അപ്പൊ മൂപ്പര് നല്ല അടിപൊളിയായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സംഭവം ഉം. ചെയ്യുന്നുണ്ട്. ഹി ഹാസ് ബീൻ ദർ ഇൻ വൺ ഷോപ്പ് ഐ തിങ്ക് മോർ ദാൻ 20-25 years. ഓക്കെ ഓക്കെ ഒരൊറ്റ ഷോപ്പ് ഓക്കെ. വെച്ചിട്ട് മൂപ്പര് ഇതാക്കിയിരുന്നു. അപ്പൊ ഈ ദുബായിൽ അങ്ങനെ മൂപ്പര ഷോപ്പ് കണ്ടു, യൂസുഫ് ബൈ പെർഫ്യൂംസ് എന്ന അടിപൊളി അടിപൊളി സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ വേറൊരു ഷോപ്പിൽ മൂപ്പര ഫോട്ടോ ഭയങ്കര ഫുൾ ഒരു സ്റ്റോറിന്റെ പുറത്ത് 75% മൂപ്പര പിക്ചറാണ്. യൂസുഫ് ബൈ പെർഫ്യൂംസ് അവൈലബിൾ ഹിയർ. നോക്കിയപ്പോൾ അത് വേറൊരു പെർഫ്യൂം കടയാണ്. ആ ഓക്കെ. പക്ഷെ ആ പെർഫ്യൂം കട പുള്ളിയുടെ പോലും ബിക്കോസ് ഓഫ് ഹിസ് പേഴ്സണൽ പേഴ്സണൽ ബ്രാൻഡ്, ബ്രാൻഡ്. ഓ യൂസുഫ് ബൈ പെർഫ്യൂംസ് ഇല്ലാണ്ട് ഇനി അതെ മുന്നോട്ട് പോകാൻ പറ്റൂല, അതെ അതെ. സോ വി ഹാവ് ടു കീപ് ദാറ്റ്. അതേപോലെ ഇന്ത്യയിലും ഒരു 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 പെർഫ്യൂം ഉണ്ടല്ലോ ഇന്ത്യയിൽ, ഖത്തറി അൽ ഖത്തറി എന്ന് ഖത്തറിയോ ആദിൽ ആ ഖത്തറി. ആദിൽ ഓക്കെ. ഖാദ്രി. ആദിൽ ഇതേ ഖാദറി. മെത്തേഡാ. അപ്പം എനിക്കിപ്പോൾ മനസ്സിലായി, അതായത് ബേസിക്കലി നമ്മൾ അവിടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. അതായത് യു ഷുഡ് ഓൾവേസ് ബി ഓതന്റിക് ടു യുവർ സെൽഫ്. വാട്ട് എവർ ഐ എം ഡൂയിങ്, ഞാൻ ശരിക്കുള്ള സാധനമാണ് അതെ ചെയ്യുന്നത്. അതെ. അത് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് മെയ്ഡ് അത് ഇറ്റ്. ശരിയാണ്. അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അതെ അതിപ്പോൾ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റും. നമ്മളെ ഫേസ് തന്നെ നമ്മളുടെ ബ്രാൻഡിന്റെ ഒരു ഫേസ് ആയിട്ട് ഇറങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആണ്. ഏറ്റവും ബെസ്റ്റ്. ഇപ്പം അജുവിന്റെ കേസിലും ഐ തിങ്ക് മില്ലർ കട്ടിന് യു ഹാവ് ടു ഷോ എ അതെ ഫേസ്. അതെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത്. കാരണം ഓൾറെഡി യു ഓൾറെഡി ഹാവ് എ ബ്രാൻഡ്. അതെ. ഡ്രോപ്പ് ഷിപ്പിംഗിൽ യു ഹാവ് എ ലോട്ട് ഓഫ് ഫാൻസ് ആസ് വെൽ ആസ് യു ഹാവ് എ കമ്മ്യൂണിറ്റി. സോ വൈ നോട്ട് യു ബി ദ ഫേസ് ഓഫ് ദ ബ്രാൻഡ്. പിന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ ബോട്ടിന്റെ ഫേസ് അമനാണ്. അതേപോലെ നോയ്സിന്റെ ഫേസ് നോയ്സ് അല്ല, ബോംബെ ഷേവിംഗ് കമ്പനീന്റെ ഫേസ് ശാന്തനു ആണ്. അതെ സോ ബോംബെ ഷേവിംഗ് കമ്പനി പറയുമ്പോൾ ഐ ക്യാൻ സീ ശാന്തനുസ്, ഞാൻ അസോസിയേറ്റ് ചെയ്യും. അതെ അതെ. ഹീസ് ആസ് ഓതന്റിക് ആസ് പോസിബിൾ. അവൻ ജില്ലറ്റുകളെക്കാളും നല്ല ഷേവ്. യെസ് ഇറ്റ് ഈസ്. നമ്മളത് പക്ഷെ പിന്നെ ജില്ലറ്റ് 100 രൂപ ചാർജ് ചെയ്യും, നമ്മൾ 10 രൂപ ചാർജ് ചെയ്യുള്ളൂ. അതും അവൻ അതിന്റെ കൂടെ പറയും. ആൻഡ് വി ആർ ഇംപ്രൂവിങ് ഓൺ ദ ഗോ. ഓക്കെ. അപ്പൊ എനിക്കൊന്ന് പേഴ്സണൽ പേഴ്സണൽ ബ്രാൻഡ്സ് ബ്രാൻഡ് ഭയങ്കര ബിൽഡ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ്. പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ഹ്യൂജ്. അതേപോലെ വേറൊരു പേഴ്സണൽ ബ്രാൻഡ് സെറോദ. സെറോദ. സെറോദ പക്ഷെ പേഴ്സണൽ ബ്രാൻഡ് വെച്ചിട്ടല്ല തുടങ്ങിയതെന്ന് തോന്നുന്നു. ആസ് ഓഫ് നൗ ഇറ്റ്സ് നിതിൻ കാമത്ത്, നിഖിൽ കാമത്ത്, ഫില്ലി കഫേ, നമ്മളെ ചായ ദുബായിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സഫ്രാൻ ടീ ഉണ്ട്. സോ റാഫി ഫില്ലി, ഇറ്റ്സ് എ പേഴ്സണൽ ബ്രാൻഡ്. പക്ഷെ പ്രൊഡക്റ്റിനാണ് തുടങ്ങിയത്, പിന്നെ അത് പേഴ്സണൽ ബ്രാൻഡിലേക്ക് എത്തിയതാണ്. എനിവേസ് അടിപൊളി. അപ്പം മില്ലർ കട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതെ. ഓക്കെ, മില്ലർ കട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് എന്താണ് അടുത്ത മൂവ്? നെക്സ്റ്റ് ഇത് സ്കെയിൽ ചെയ്യുക. മില്ലർ കട്ട് നല്ലൊരു ബ്രാൻഡായിട്ട് ഒരു ആവറേജ് നല്ലൊരു 7-8 ഫിഗേഴ്സ് പ്ലസ് സ്കെയിൽ ചെയ്യാനുള്ളതാണ് ഇപ്പം എൻ്റെ പ്ലാൻ. കറക്റ്റ്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡ്രോപ്പ് ഷിപ്പിംഗ് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മേജർ പാർട്ട് കളിക്കുന്നത് മാനുഫാക്ചറർ ആണ്. അതെ. ഈ മാനുഫാക്ചറർ കളിക്കുമ്പം തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ കുറേ മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ട്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്, പ്രൈവറ്റ് ലേബൽ ആയിട്ട് ഒന്നും ഇറക്കും, അല്ലെങ്കിൽ അവരെ സ്വന്തം ബ്രാൻഡ് ഉണ്ടാവും. സ്വന്തം ബ്രാൻഡിൽ അധികം ഫോക്കസ് ഇല്ല. പക്ഷെ ദ മൊമെന്റ് ദേ ഗോ, ഓക്കെ നിങ്ങൾക്കില്ല പ്രൊഡക്റ്റ് ഞങ്ങളെ പേരിൽ തരാം, അവിടെ ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി കിടക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇ കോമേഴ്സിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഇപ്പോൾ നമുക്ക് മിക്കവർക്കും ഒരു പ്രോഡക്റ്റ് ഐഡിയ ഇല്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റക്ക് ആവുന്നത്. ബാക്കി നമുക്ക് ഈ ടെക്നിക്കൽ ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് കോഴ്സോ അങ്ങനെ നമുക്ക് നോളജ് നമുക്ക് ഒരുപാടുണ്ട്. ഇതെന്താണ് ചെയ്യേണ്ടെന്ന നോളജ് ഒരുപാടുണ്ട്. പക്ഷേ ഇത് എല്ലാവരും വന്ന് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അത് ഏറ്റവും ലോവസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണല്ലോ എല്ലാവരും ഡ്രോപ്പ് ഷിപ്പിങ്ങിലോട്ട് പോകുന്നത്. അതെ, കറക്റ്റ്. അപ്പോൾ ആ ഒരു മോഡൽ അത് ഭയങ്കര ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത്. നമുക്കൊരു പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു പ്രോഡക്റ്റ് അവരുടെ ഒരു ബ്രാൻഡിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ബേസിക്കലി ഒരു മാനുഫാക്ചററിന് ഒരു ആപ്പ് തുടങ്ങിയിട്ട് അവിടെ കുറെ ബ്രാൻഡ്സിനെ ബിൽഡ് ചെയ്യാനുള്ള ശരിക്കുള്ള, അതായത് ആദ്യം പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ യു ഫൈൻഡ് എ മാനുഫാക്ചറർ ഹൂ വിൽ സപ്ലൈ യു ഐറ്റംസ് ഓൺ യുവർ നെയിം. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻസ് ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. പക്ഷെ അത് നമ്മളൊരു ഫിസിക്കൽ പ്രോഡക്റ്റ് വരുമ്പോൾ അതിനൊരു കുറച്ച് ലിമിറ്റേഷൻസ് വരും. കാരണം ഒരുപാട് ക്രൗഡ് വരുമ്പോൾ ഒരു ലിമിറ്റേഷൻസിന്റെ ഒരു ഇതുണ്ട്. പക്ഷെ സ്റ്റിൽ അതൊരു വൈബിൾ മോഡലായിട്ട് നമുക്ക് തിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അവിടെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ മാനുഫാക്ചറിങ് കമ്പനീസ് ഹാസ് നോട്ട് സീൻ ദാറ്റ് പൊട്ടൻഷ്യൽ.